ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടിയും ദൈവത്തിൻ്റെ സഭയിൽ വചനവുമായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. അല്പസമയത്തെ വചനചിന്തയ്ക്കായിട്ട് ചില വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യമായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അപ്പോസ്തലനായ പൗലോസ് താൻ സ്ഥാപിച്ച ഫിലിപ്പിയിലെ സഭയ്ക്ക് നന്ദി സൂചകമായി എഴുതുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം. ഇതിൽ ആദ്യത്തെ അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിച്ചാലും മരിച്ചാലും, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാലും മരിച്ചാലും ലാഭമാണ്. ഇതവൻ എഴുതുന്നത് AD 61 റോമൻ കാരാഗ്രഹത്തിൽ വെച്ചാണ്. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ അവൻ പറയുകയാണ്, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് എനിക്ക് ലാഭമാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ ശക്തമായ ഒരു ഭാഗം നമുക്ക് കാണുന്നു. യേശു ക്രിസ്തുവിൻ്റെ താഴ്മ. ദൈവസ്വരൂപത്തിലിരിക്കെ അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് താഴ്മ ധരിച്ച് നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണും. 3-ാം അധ്യായത്തിൽ പറയുന്നത് താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടുത്തുന്ന ക്രിസ്തു. ഹല്ലേലൂയ. എന്നാൽ അവസാനം അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ കഷ്ടങ്ങളെയെല്ലാം മാറ്റുന്ന, ഇല്ലാതാകുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി സന്തോഷത്തോടുകൂടെ, പ്രശ്നങ്ങളുണ്ടാകാം, ഈ ലോകത്തിൽ കഷ്ടതകളുണ്ടാകാം, എന്നാൽ അതിൽ അധൈര്യപ്പെട്ടു പോകാതെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുവാൻ ഫിലിപ്പിയ സഭയെ അവൻ ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെ നോക്കുക, ഫിലിപ്പിയ സഭയോട് 3-ാം അധ്യായത്തിൻ്റെ 21 നാം വായിച്ചപ്പോൾ അവിടെ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകും. അപ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയും അതനുസരിച്ചായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു പൗരനെ നാം തിരിച്ചറിയുന്ന, നമ്മുടെ ഓരോ ദേശത്തിനും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും അവരുടേതായ സംസ്കാരങ്ങളുണ്ട്. അമേരിക്കയുടെ സംസ്കാരമല്ല ഇന്ത്യയുടെ സംസ്കാരം, അല്ലേ? ഒരു ടൂറിസ്റ്റ് ഇവിടെ കടന്നു വരുമ്പോൾ നമുക്ക് അവരുടെ വസ്ത്രധാരണത്തിലൂടെ, അല്ലെങ്കിൽ അവരുടെ നിറത്തിലൂടെ, അവരുടെ സംസാരത്തിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ഇന്ത്യയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരാളല്ല, അദ്ദേഹം വേറെ കൺട്രിയിൽ നിന്നുള്ള ആളാണ്. അതുപോലെ ദൈവത്തിൻ്റെ മക്കൾ എവിടുത്തെ പൗരന്മാരാണ്? സ്വർഗത്തിലെ പൗരന്മാരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത രീതിയിലും അത് പ്രതിഫലിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്വർഗത്തിലെ പൗരന്മാരായിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിത രീതി, നമ്മുടെ സംസാര രീതി, നമ്മുടെ സ്വഭാവം എല്ലാം സ്വർഗത്തിലെ പൗരന് യോജിച്ചതായിരിക്കണം എന്ന് ഇവിടെ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. ഹല്ലേലൂയ. ഒരു വ്യത്യസ്തത ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ പൗരന്മാർക്ക് ഒരു വ്യത്യസ്തതയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ഇവിടെ പരദേശികളാണ്, അല്ലേ? പരദേശികളായിട്ടാണ് നാം ഇവിടെ ആയിരിക്കും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ഇവിടെ പരദേശികളായി നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ ആനുകൂല്യങ്ങളൊന്നും ഒരുപക്ഷെ ലഭിച്ചില്ലെന്ന് വരാം, അല്ലേ?
ഈ ചില രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ പോയാൽ അവിടെ ഇന്ത്യക്കാർക്ക് എന്താ ഒരു വിലയുമില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കുവൈറ്റിൽ അങ്ങനെയെല്ലാം പോയവർ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോകുന്നവർക്ക് ഇന്ത്യക്കാരെ ഒരു എച്ചിൽ പെറുക്കികളായിട്ട് പണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ കരുതിയിരിക്കുന്നത്. ഇന്ന് പല രാജ്യങ്ങളിൽ പോയാലും കറുത്തവർ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് പല ഒരു ഡിസ്ക്രിമിനേഷൻ ജനങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണും. അപ്പോൾ അതെന്താണ് കാരണം? അവരുടെ രാജ്യക്കാരല്ല വന്നിരിക്കുന്നത്, അവരുടെ രാജ്യക്കാരല്ല ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് അവർ പോകുന്ന വഴിയിൽ ചിലപ്പം പോകുവാൻ സാധിക്കില്ല. അവർക്കുള്ള അധികാരം ഈ പരദേശികളായിട്ട് വരുന്നവർക്കില്ല, അല്ലേ? ഇവിടെ ഒരു ഫോറിനർ വന്നാൽ നമുക്കുള്ള അവകാശം അവർക്കുണ്ടോ? ഇല്ല. പരദേശികളായി ഉള്ളവർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ലഭിക്കാം ഇല്ല, മാത്രമല്ല മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും ഹല്ലേലൂയ തള്ളിപ്പറച്ചിലും അവഗണനയും എല്ലാം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നാം ഈ ലോകത്തിലെ പൗരന്മാരല്ല. ഈ ലോകത്തിലെ പൗരന്മാരല്ല, അതവർക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രതികൂലങ്ങളെല്ലാം കടന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ ലോകത്തിലെ ജനമല്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നുവെങ്കിലും എന്താണ്? വി ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് വേൾഡ്. ലോകത്തിൻ്റെ ആൾക്കാരല്ല നമ്മൾ. ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ! യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമാണ്, അല്ലേ? ഈ രാജ്യത്ത് ക്രിസ്ത്യൻസ് ഒരു ചർച്ച് പണിതാൽ അവിടെ പ്രശ്നം, രണ്ടുപേർ രക്ഷയിലേക്ക് കടന്നു വന്നാൽ അവിടെ പ്രശ്നം. കാരണം നാം ഈ ലോകത്തിൻ്റെതല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ പൗരന്മാരായിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലും അത് രൂപപ്പെടണം, പ്രതിഫലിക്കണം. അത് നമ്മെ ഭരിക്കണം, അത് നമ്മെ നിയന്ത്രിക്കണം. അങ്ങനെയുള്ള ജീവിതമായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നടപ്പ് കണ്ട്, നമ്മുടെ വിശ്വാസം കണ്ട്, നമ്മുടെ പ്രാർത്ഥന കണ്ട് മറ്റുള്ളവർ പറയണം, ഹല്ലേലൂയ, ഒരു പ്രത്യേകത ഇവനുണ്ട്. വ്യത്യസ്തനായി നടക്കുന്നവരുടെ കൂടെ ഒരുപക്ഷെ മറ്റുള്ളവർ നടക്കില്ലായിരിക്കാം. വ്യത്യസ്തനായി നടക്കുന്നവരുടെ കൂടെ ഒരുപക്ഷെ മറ്റുള്ളവർ നടക്കാതെ അവരെ അവഗണിച്ചു വിട്ടേക്കാം. എന്നാൽ മറ്റുള്ളവർ നടന്നില്ലെങ്കിലും ദൈവം നമ്മോടുകൂടെ നടക്കുമെന്ന് നാം മനസ്സിലാക്കണം. നോഹയുടെ കാലത്ത് ഹല്ലേലൂയ എല്ലാവരും പാപം ചെയ്തു, നോഹ മാത്രം നീതിമാനായി ദൈവം കണ്ടു. അവൻ പറയുമ്പോഴും 2 പത്രോസിൽ പറയുന്ന അവൻ നീതി പ്രസംഗിച്ചു എന്ന് എവിടെയും കാണുന്നില്ല. പക്ഷേ പത്രോസിൽ നീതി പ്രസംഗി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവൻ പ്രസംഗിച്ചിരിക്കാം. ചിലർ പറഞ്ഞു 120 years അവൻ പ്രസംഗിച്ചു. അങ്ങനെ കറക്റ്റായിട്ട് ബൈബിൾ പറയുന്നില്ല. എങ്കിലും നീതി പ്രസംഗിയായ നോഹ ജനത്തോട് ഒരുപക്ഷെ പറഞ്ഞിരിക്കാം. എന്നാൽ അതൊന്നും ആൾക്കാർ വകവെച്ചില്ല. നിനക്ക് ഭ്രാന്താണ്. അവൻ പെട്ടകം പണിയുമ്പോൾ പലരും മുന്നിൽ കൂടി കടന്നു പോകുന്ന പലരും അവനെ നോക്കി പറഞ്ഞിരിക്കാം, നിനക്ക് ഭ്രാന്താണ്. ഹല്ലേലൂയ! എന്നാൽ ആരും അവൻ്റെ കൂടെ നടക്കാതിരുന്നപ്പോൾ ദൈവം അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ദൈവം അവനോടുകൂടെ നടന്നു, അല്ലെങ്കിൽ അവൻ ദൈവത്തോടുകൂടെ നടന്നു എന്ന് നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, വ്യത്യസ്തനായി നടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ പരിഹസിച്ചേക്കാം, മറ്റുള്ളവർ നമ്മെ അവഗണിച്ചേക്കാം, മാറ്റി നിർത്തിയേക്കാം. എന്നാൽ മാറ്റി നിർത്താത്ത ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് നമ്മോടുകൂടെ നടക്കും. ഹല്ലേലൂയ! അതുകൊണ്ട് വ്യത്യസ്തതയുള്ളവരായി നമ്മുടെ എല്ലാ സ്വഭാവങ്ങളിലും, കോളേജിൽ പഠിക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങളുടെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തരായിരിക്കണം. നമ്മുടെ സംസാരത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം, നമ്മുടെ ഇടപാടിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം, നമ്മുടെ ചാറ്റിങ്ങിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം. ലോകക്കാരെ പോലെയല്ല. ഹല്ലേലൂയ! നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളാണ്, സ്വർഗത്തിൻ്റെ പൗരന്മാരാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് മുഴുവൻ
പ്രസംഗിക്കുവാൻ സാധിക്കുമോ എന്നറിയില്ല. ഒരു ഭാഗം കൂടി പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കാം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. അപ്പോൾ ആ കാലത്ത് റോമ പൗരത്വം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളൊരു സാധനം. ഒരു ആൾക്ക് റോമ പൗരത്വം ലഭിക്കുക എന്നുള്ളത് വളരെ വിലയേറിയ ഒന്നാണ്. അപ്പോസ്തലനായ പൗലോസ് ഏത് പൗരനായിരുന്നു? റോമ പൗരനായിരുന്നു. താൻ ജനിച്ചത് തർസോസിലാണെങ്കിലും ഒരു റോമ പൗരൻ്റെ മകനായിട്ടായിരിക്കാം പൗലോസ് ജനിച്ചത്. അതുകൊണ്ടാണ് സഹസ്രാധിപനോട് പൗലോസ് പറയുന്നത്, ഞാൻ ജനനത്തിൽ റോമ പൗരനായിരുന്നു. അപ്പോൾ ഈ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ റോമ പൗരത്വത്തിൻ്റെ 5 അവകാശങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. അത് പറഞ്ഞു ഇന്ന് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്ന 5 അവകാശങ്ങൾ റോമ പൗരത്വത്തിൻ്റെ. 1, ഒരു റോമ പൗരനെ ക്രൂശിക്കാൻ പാടില്ല. ഒരു റോമ പൗരനെ ക്രൂശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. യേശു ക്രിസ്തു റോമ പൗരനല്ലായിരുന്നു. പൗലോസിനെ ക്രൂശിച്ചില്ല. റോമ പൗരനെ ഒരിക്കലും ക്രൂശിക്കുവാൻ പാടില്ല. ഇതിൻ്റെ ആത്മീയ ചിന്ത എന്ന് പറഞ്ഞാൽ, സ്വർഗീയ പൗരനായ ഒരു വ്യക്തിക്ക് നീചമായ നരകശിക്ഷ ഇല്ല എന്നുള്ളതാണ്. സ്വർഗത്തിൽ പൗരത്വം ലഭിച്ച, സ്വർഗത്തിലെ പൗരനായി ജീവിച്ച് മുന്നോട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് നീചമായ മരണശിക്ഷ, നരകശിക്ഷ അത് ഇല്ലാതായിരിക്കുന്നു. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്! എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്! ഹല്ലേലൂയ. ക്രൂശ് മരണം എന്ന് പറയുന്നത് ഒരു നീചമായ മരണമാണ്, ഏറ്റവും ഭീകരമായ മരണമാണ്. അതാണ് യേശു കൈവരിച്ചത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഹല്ലേലൂയ, നമ്മെ മരണശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി, നരകശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അവൻ്റെ പുത്രനാക്കി പുത്രിയാക്കി തീർക്കുവാൻ വേണ്ടി, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടി, അവൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാക്കി, അവർ രാജ്യത്തിലെ പൗരനാക്കി തീർക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്തു? നീചമായ, ഭീകരമായ, ഭയാനകമായ നരകശിക്ഷ ഒഴിവാക്കപ്പെട്ടു. പക്ഷേ നമ്മൾ പൗരത്വത്തിൽ തന്നെ ആയിരിക്കണം, പൗരനായി തന്നെ ജീവിക്കണം. മരണശിക്ഷ മാറ്റപ്പെട്ടു. രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വിചാരണ കൂടാതെ ഒരു റോമ പൗരനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, കുറ്റവാളിയാക്കുവാൻ പാടില്ല, വിചാരണ കൂടാതെ. അല്ലേ? പൗലോസ് പറയുന്നുണ്ട്, 16 ആക്ട്സ് 16:37 ഒന്ന് വായിച്ച്. ഇവിടെ നോക്കൂ, അവൻ പറയുന്നു, റോമാ പൗരനായ ഞങ്ങളെ വിചാരണ കൂടാതെ എന്ത് ചെയ്തു? അത് ലംഘനമാണെന്ന് അവിടെ പൗലോസ് പറയുകയാണ്. ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ തടവിലാക്കുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ. വിചാരണ ചെയ്ത് കുറ്റം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അറസ്റ്റ് അല്ലെങ്കിൽ തടവിൽ ആക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മൂന്നാമത്, ചമ്മട്ടി കൊണ്ട് ചോദ്യം ചെയ്യുവാൻ പാടില്ല. ചമ്മട്ടി കൊണ്ട്, ചാട്ടവാറ് കൊണ്ട് അടിച്ച് വിചാരണ ചെയ്യുവാൻ ഹല്ലേലൂയ അധികാരമില്ല. ഒരു റോമപൗരൻ അങ്ങനെ ആരും ചെയ്യുകയില്ല. അതൊരു അവകാശമാണ് അവൻ്റെ. ഹല്ലേലൂയ. 22-ാം അധ്യായം 25, സെയിം ബുക്ക്, 22-25. ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് എന്ത്? ഒരു റോമപൗരനെ ചമ്മട്ടി കൊണ്ട് അടിക്കുവാനോ ബന്ധിക്കുവാനോ കഴിയുകയില്ല. ഹല്ലേലൂയ. അവൻ ശക്തമായി, ധൈര്യമായി അവരോട് ചോദിക്കുന്ന ചോദ്യം, എന്തിനെന്നെ ബന്ധിച്ചു?
എന്തിനെന്നെ ചമ്മട്ടി കൊണ്ടടിച്ചു? ഞാനൊരു റോമാ പൗരനാണ്. ആത്മീയ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ ശത്രുവിന് ഒരിക്കലും നമ്മളെ ബന്ധിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ബന്ധിക്കുവാൻ വേണ്ടി, ഒതുക്കുവാൻ വേണ്ടി പല വേലകളും ചെയ്യും. പക്ഷേ ആത്മാവിൻ്റെ ശക്തിയിൽ അല്ലെങ്കിൽ സ്വർഗത്തിലെ പൗരനാണ് തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് ഹല്ലേലൂയ അതിൽ ഒതുങ്ങിക്കൂടുവാൻ സാധിക്കില്ല. അവൻ ജയമെടുക്കുവാനിടയായി തീരും. ഏതെങ്കിലും വിഷയത്തിൽ നിന്നെ ഒതുക്കുവാൻ, നിന്നെ ബന്ധിക്കുവാൻ ഹല്ലേലൂയ ശത്രു പദ്ധതി ഇടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മെ ബന്ധിക്കുവാൻ അവന് ശക്തിയില്ല. അതിനേക്കാളും അത്ഭുതകരമായ ശക്തി, അതിശയകരമായ ശക്തിയാണ് ദൈവത്തിൽ നമ്മൾ പകർന്നിരിക്കുന്നത് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പൗരത്വമുള്ളവരാണ് നമ്മൾ. ഹല്ലേലൂയ. നമുക്ക് അധികാരമുണ്ട്. നിനക്ക് എന്നെ ബന്ധിക്കുവാൻ സാധിക്കുകയില്ല, നമ്മെ ഒതുക്കുവാൻ സാധിക്കുകയില്ല. പലതും നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് നമ്മെ ഒതുക്കുവാൻ പല വിധത്തിൽ ശ്രമിക്കുമ്പോൾ നമുക്ക് അധികാരത്തോടെ പറയുവാൻ സാധിക്കും, ഞാനൊരു സ്വർഗീയ പൗരനാണ്, എന്നെ ഒതുക്കുവാൻ നിനക്ക് സാധിക്കുകയില്ലെന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അവനെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ആദ്യം നമ്മുടെ ആരാധനയാണ്. ആരാധന ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണിച്ച് മുമ്പോട്ട് പോകും. ആരാധിക്കുവാൻ കഴിയാതെ, സ്തുതിക്കുവാൻ കഴിയാതെ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന അവസ്ഥ നാം മുന്നിൽ കണ്ടുകൊണ്ട് പറയണം, സാത്താനേ, ഞാൻ സ്വർഗത്തിലെ പൗരനാണ്, നീ എത്ര ബന്ധിക്കുവാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഒതുങ്ങുകയില്ല. ഹല്ലേലൂയ നിന്റെ പ്രലോഭനങ്ങളിൽ ഞാൻ വീഴുകയില്ല. ഞാൻ സ്വർഗത്തിലെ പൗരനാണെന്ന് ഉറപ്പോടുകൂടെ പറയുവാൻ നാം സാധിക്കണം. ആരാധനയെ ബന്ധിച്ചുകൊണ്ട്, പ്രാർത്ഥനയെ ബന്ധിച്ചുകൊണ്ട്, സ്തുതിയെ ബന്ധിച്ചുകൊണ്ട്, കൂട്ടായ്മയെ ബന്ധിച്ചുകൊണ്ട് പിന്നോട്ട് വലിക്കുന്ന ശത്രുവിൻ്റെ ഹല്ലേലൂയ പ്രവൃത്തിയെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവൻ നമ്മെ ക്ഷീണിക്കുവാൻ, ഹല്ലേലൂയ ക്ഷീണിച്ച്, വചനത്തിൽ ക്ഷീണിച്ച്, പ്രാർത്ഥനയിൽ ക്ഷീണിച്ച് പിന്നോട്ട് പോകുവാൻ, ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കും, ഞാൻ സ്വർഗത്തിലെ പൗരനാണ്, എന്നെ ബന്ധിക്കുവാൻ, എന്നെ ഒതുക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. അതിനപ്പുറമായ ദൈവത്തിൻ്റെ വ്യാപാര ശക്തി എൻ്റെ മേലുണ്ട് എന്ന് നാം ഉറപ്പോടുകൂടെ പറയണം. ഹല്ലേലൂയ. റോമാ പൗരനെ ചമ്മട്ടി കൊണ്ട് ചോദ്യം ചെയ്യുവാൻ, ബന്ധിക്കുവാൻ ഒന്നും സാധ്യമല്ല. അടുത്തത്, റോമാ പൗരനെ ലോകത്തിൽ എവിടെയാണെങ്കിലും സംരക്ഷണം ആവശ്യപ്പെടുവാനുള്ള അവകാശം. റോമാ പൗരൻ ലോകത്തിൻ്റെ എവിടെ ജീവിച്ചാലും തനിക്ക് സംരക്ഷണം ആവശ്യപ്പെടാം. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, അമേരിക്കൻ പൗരന് ഇവിടെ എവിടെയും കടന്നു വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വളരെ വിഷയമാവും അല്ലേ? പെട്ടെന്ന് അവനെ തിരിച്ച് കൊണ്ടുപോകുവാൻ ആ ഗവൺമെൻറ് പദ്ധതിയിടും. അതുപോലെ തന്നെ ഹല്ലേലൂയ റോമാ പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് ലോകത്തിൽ എവിടെ ആയിരുന്നാലും അവന് സംരക്ഷണം ആവശ്യപ്പെടാം. അതുപോലെ സ്വർഗത്തിലെ പൗരന്മാരായിരിക്കുന്ന നമുക്ക് ഹല്ലേലൂയ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറയുമ്പോൾ, നമ്മുടെ എല്ലാ വഴികളിലും, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മോട് കൂടെയുണ്ടായി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ആണ് നമുക്കുള്ളത്. നമ്മുടെ രാജാവ് അങ്ങനെയുള്ള, നമ്മുടെ ഗവൺമെൻറ് അങ്ങനെയുള്ള ഗവൺമെൻറ്റാണ്, നമ്മുടെ സൈന്യം അങ്ങനെയുള്ള സൈന്യമാണ്. അതുകൊണ്ട് സംരക്ഷണം എപ്പോഴും നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ സംരക്ഷണം ഹല്ലേലൂയ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അത് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എലീശയെ ഹല്ലേലൂയ ഒതുക്കുവാൻ വേണ്ടി, പിടിക്കുവാൻ വേണ്ടി ഒരു സൈന്യം ഇറങ്ങി തിരിച്ചപ്പോൾ എലീശ ഭയപ്പെട്ടില്ല. കൂടെയുള്ള ബാല്യക്കാരൻ ഭയപ്പെട്ടു, എന്ത് ചെയ്യണമെന്നതറിയാതെ. ഹല്ലേലൂയ വളരെ വേദനയോടുകൂടെ ആയിരുന്നപ്പോൾ എലീശ ഭയപ്പെട്ടില്ല. കാരണം എന്താ? ഹല്ലേലൂയ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ സൈന്യം എൻ്റെ ദൈവം അയച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ പൗരനായ എനിക്ക് വേണ്ടി സ്വർഗീയ സൈന്യം കടന്നു വന്നിരിക്കുമ്പോൾ ഈ ലോകത്തിലെ സൈന്യം എന്ത് എനിക്ക് നേരെ തിരിച്ചിട്ടാലും, അല്ലെങ്കിൽ എന്ത് എനിക്ക് നേരെ ഹല്ലേലൂയ കൊല്ലുവാൻ ആക്രമിച്ചാലും, ഹല്ലേലൂയ അതിൽ നിന്ന് വിടുവിക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഒരു സൈന്യം എനിക്ക് വേണ്ടി ദൈവം അയച്ചിട്ടുണ്ട്.
അതുകൊണ്ട് എല്ലാ വഴികളിലും കാൽ കല്ലിൽ തട്ടിപ്പോകാതെ, കാൽ വഴുതുവാൻ സമ്മതിക്കാതെ അവൻ നമ്മെ നിരന്തരം സംരക്ഷിക്കുന്നു. എവിടെ പോയാലും, ഏത് കോണിലായിരുന്നാലും ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവിക അല്ലെങ്കിൽ സ്വർഗീയ പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. അവസാന പോയിന്റ്, കൈസരോട് നേരിട്ട് സംസാരിക്കുവാനുള്ള അധികാരം റോമാപൗരനുണ്ട്. ഹല്ലേലൂയ. 25:12 വായിക്കാം. ആക്ട്സ്. ഹല്ലേലൂയ. കൈസരിയോട് അഭയം ചൊല്ലുന്നു. ഹല്ലേലൂയ. അനേക സ്ഥലത്ത് വിസ്തരിക്കുമ്പോൾ അവരൊന്നും കുറ്റം കണ്ടുപിടിക്കുന്ന അന്യായം ഒന്നും പൗലോസ് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അവസാനം പൗലോസ് പറയുകയാണ്, എനിക്ക് കൈസരുമായി സംസാരിക്കണം, നേരിട്ട് സംസാരിക്കണം. കൈസർ എന്ന് പറഞ്ഞാൽ സുപ്രീം അതോറിറ്റിയാണ്. ഹല്ലേലൂയ. അവരുമായി നേരിട്ട് സംസാരിക്കുവാനുള്ള അവകാശം ഒരു റോമാപൗരനുള്ളപ്പോൾ നമ്മുടെ സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ രാജാതി രാജാവായ ദൈവത്തിങ്കിലേക്ക് അടുക്കലെത്തുവാൻ, അടുക്കൽ പോകുവാൻ, ഹല്ലേലൂയ, ഏത് സമയത്ത് വേണമെങ്കിലും, അത് രാത്രി ആയിക്കോട്ടെ, ഏത് യാമത്തിലായിക്കോട്ടെ, അവൻ്റെ അടുക്കലേക്ക് പോകുവാനുള്ള ഒരു അവകാശം സ്വർഗീയ പൗരന്മാരായ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടെന്ന് ഓർക്കണം. ഏത് സമയത്തും ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ, ഒരു അപ്പൻ്റെ അടുക്കൽ ഒരു മകളോ മകനോ കടന്നു പോകുന്ന ഒരു നല്ല അപ്പൻ്റെ അടുക്കൽ മകനോ മകൾക്കോ ഏത് സമയത്തും കടന്നു ചെല്ലുവാൻ കഴിയുന്ന പോലെ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ്റെ അടുക്കൽ സ്വർഗീയ പൗരത്വം സ്വീകരിച്ച നമുക്ക് ഏത് സമയത്തും കടന്നു ചെല്ലുവാനുള്ള അവകാശമുണ്ട് എന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തുകയാണ്. 5 അവകാശങ്ങൾ. ഇതിൻ്റെ ബാക്കി ഭാഗം വരും ദിവസങ്ങളിൽ സമയം അനുവദിച്ചാൽ ലഭിക്കും. ആ വാക്യത്തിലോട് ഞാൻ ഇതുവരെ കടന്നിട്ടില്ല. ഹല്ലേലൂയ. സ്വർഗീയ പൗരത്വം നാം തിരിച്ചറിയണം. നാം ഈ ലോകത്തിലെ ജനമല്ല, ഈ ലോകത്തിലെ പൗരന്മാരല്ല, മറിച്ച് സ്വർഗീയ പൗരത്വം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ ഇടപെടലിലൂടെ അത് മറ്റുള്ളവർ തിരിച്ചറിയണം, ഇവൻ സ്വർഗത്തിൻ്റെ പൗരനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.